പറഞ്ഞ പോലെ തന്നെ പരമേശ്വരൻ നായരുടെ അധീനതയിലുള്ള സ്ഥലത്തിനോട് ചേർന്ന കൈത്തോട് നമ്മുടെ തോട് സ്ഥിതി ചെയ്യുന്നുണ്ട്. ആ തോട് ഏതാണ്ട് 2 കിലോമീറ്റർ നീളത്തിലുള്ള വലിയ കടവ് കളമ്പുകാട് തോടാണ്. ആ തോട്ടിൽ തൊഴിലുറപ്പ് പദ്ധതിപ്പെടുത്തിക്കൊണ്ടുള്ള വർക്കുകൾ നടന്നിട്ടുണ്ട്. അത് കൂടാതെ പല ആളുകളും സമീപവാസികൾക്ക് വെള്ളം കിട്ടുന്നതുമായി ബന്ധപ്പെട്ട കാര്യങ്ങളെല്ലാം നടക്കുന്ന ഒരു തോട് തന്നെയാണ്. ആ തോട് പഞ്ചായത്തിന്റെ ആസ്തിയിൽ ഉൾപ്പെട്ടിട്ടുണ്ടോ ഇല്ലയോ എന്നതാണ് നമ്മൾ കൊടുത്തിരുന്ന വിവരാവകാശം. ആദ്യത്തെ ചോദ്യത്തിനുള്ള ഉത്തരം കിട്ടി. വിവരാവകാശത്തിൽ ആസ്തിയിൽ ഉൾപ്പെട്ടിട്ടുണ്ട് എന്ന് തന്നെയാണ് തന്നിരുന്നത്. അതിനുശേഷം നമ്മൾ ചോദ്യം ചോദിച്ചു, അത് ഏത് വർഷമാണ് ഉൾപ്പെടുത്തിയിരുന്നത്, അതിൻ്റെ നീളം എത്ര, വീതി എത്ര എന്ന് ചോദിച്ചിരുന്നു. ആ ചോദ്യത്തിനുള്ള മറുപടിയായിട്ട് പഞ്ചായത്ത് നമുക്ക് തന്നിരുന്നത് വളരെ രസകരമായൊരു മറുപടിയായിരുന്നു. അതായത് ആസ്തിയിൽ ഉൾപ്പെടുത്തിയ തീയതി സംബന്ധിച്ചുള്ള രേഖകളൊന്നും ഈ ഓഫീസിൽ ലഭ്യമല്ല എന്നാണ് തന്നിരിക്കുന്നത്. കല്ലറ ഗ്രാമപഞ്ചായത്തിൽ വിവരാവകാശ പ്രകാരം കൊടുത്ത അപേക്ഷയിൽ വസ്തുതാവിരുദ്ധമായ മറുപടിയാണ് പഞ്ചായത്ത് സെക്രട്ടറി നൽകിയതെന്ന് ഗ്രാമപഞ്ചായത്ത് അംഗം അരവിന്ദ് ശങ്കർ വാർത്താ സമ്മേളനത്തിൽ ആരോപിച്ചു. തെറ്റായ വിവരം നൽകിയ ഗ്രാമപഞ്ചായത്ത് സെക്രട്ടറിയുടെ നടപടിക്കെതിരെ വിവരാവകാശ അപ്പലേറ്റ് അതോറിറ്റിക്ക് പരാതി നൽകുമെന്ന് പഞ്ചായത്ത് അംഗം പറഞ്ഞു. 4-ാം വാർഡിലെ വലിയ കടവ് കളമ്പുകാട് തോടിന് കുറുകെ സ്വകാര്യ വ്യക്തി നിർമ്മിച്ച പാലം നാട്ടുകാർ പൊളിച്ചുമാറ്റിയെന്നാരോപിച്ച് വൈക്കം കോടതിയിൽ നടക്കുന്ന കേസുമായി ബന്ധപ്പെട്ട കാര്യത്തിനാണ് വസ്തുതകൾ തേടി വിവരാവകാശ പ്രകാരം അപേക്ഷ നൽകിയത്. പഞ്ചായത്തിന്റെ ആസ്തിയിൽ ഈ തോട് ഉൾപ്പെട്ടിട്ടുള്ളതാണെന്ന് പറയുന്ന മറുപടിയിൽ എന്നാണ് തോട് ആസ്തി രജിസ്റ്ററിൽ ഉൾപ്പെടുത്തിയതെന്ന ചോദ്യത്തിന് അത് സംബന്ധിച്ച രേഖ പഞ്ചായത്തിൽ ലഭ്യമല്ലെന്നാണ് മറുപടിയിൽ പറയുന്നതെന്ന് അരവിന്ദ് പറയുന്നു. 2009 മാർച്ച് 31 ഈ തോട് ആസ്തി രജിസ്റ്ററിൽ ഉൾപ്പെടുത്തിയതായുള്ള രേഖ തങ്ങളുടെ കൈവശമുണ്ടെന്നാണ് പഞ്ചായത്ത് അംഗം അവകാശപ്പെടുന്നത്. ന്യൂസ് ബ്യൂറോ, സിറ്റി വോയിസ്, കടുത്തുരുത്തി.